രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പരിപാടിയിലേക്ക് കൊച്ചി മേയറെ ക്ഷണിച്ചില്ല. എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് അവസാന നിമിഷം മേയറെ ഒഴിവാക്കിയത്. രാഷ്ട്രപതിയുടെ ഓഫീസാണ് ഒഴിവാക്കിയത് എന്നാണ് കോളേജിന്റെ വിശദീകരണം. കൊച്ചി നഗരത്തോടുള്ള അനാദരവെന്ന് മേയറും പ്രതികരിച്ചു. കേൾക്കാം. ഞാൻ പറയുന്നത് ഇതൊക്കെ സ്ക്രീം ലൈൻ ചെയ്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇതിൽ നേരത്തെ തന്നെ കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആരായിക്കോട്ടെ ഇവർക്കൊരു പ്രോഗ്രാമിൽ നിന്നും ഒഴിവാക്കി ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഒന്ന് സാമാന്യ മര്യാദയുടെ ലംഘനം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഒന്ന് പ്രതികരിക്കാൻ പോലും തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. ഞാൻ ആരോടും നിങ്ങളോട് പറഞ്ഞില്ല, ആരും ശ്രദ്ധിച്ചില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു പ്രോഗ്രാമിൽ നിന്നും ഷിപ്പ്യാർഡ് മാനേജ്മെൻറ്റ് അത് പിന്നെ ഈ 23 മണിക്കൂറിലല്ല, ഒരു 2 ദിവസം മുമ്പ് തന്നെ ഒഴിവാക്കി. ഞാനന്ന് ചെയ്തൊരു കാര്യം, ഞാൻ പ്രധാനമന്ത്രി സ്വീകരിക്കാനും പോയില്ല, മടങ്ങിപ്പോയപ്പോഴും ചെന്നില്ല. ഇതാണ് എൻ്റെ പ്രതികരണം. ഇന്ന് ഞാനത് രാഷ്ട്രപതി വരുമ്പോൾ നഗരാധ്യക്ഷനെ ക്ഷണിക്കുക എന്നുള്ളതൊരു പ്രോട്ടോക്കോൾ മര്യാദയാണ്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ആ മര്യാദ എന്തുകൊണ്ടായിരിക്കും പാലിക്കാതെ പോയത്? എന്താണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം? അർജുൻ. ഡോക്ടർ അരുൺകുമാർ, 4 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതിയുടെ കൊച്ചിയിലെ പരിപാടിയിൽ നിന്നാണ് മേയറെ അവസാന നിമിഷം ഒഴിവാക്കിയത്. സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തത്. ഈ പരിപാടിയിലേക്ക് കോളേജ് അധികൃതർ മേയർ എം അനിൽകുമാറിനെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു എന്നാണ് കോളേജിന്റെ വിശദീകരണം. സാധാരണ രീതിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് പതിവാണ്. കൊച്ചി നഗര പിതാവ് കൂടിയായ കൊച്ചി മേയറെ പക്ഷേ അവസാന നിമിഷം ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത് കൊച്ചി നഗരത്തോടുള്ള അനാദരവാണ് എന്നാണ് മേയർ പ്രതികരിച്ചത്. മാത്രവുമല്ല, മുൻപും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും മേയർ പരാതിപ്പെടുന്നു. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.